ഹായ് ഡിയേഴ്സ്, മഹാലക്ഷ്മി ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കരുണയാണെങ്കിൽ വാമനെ വിളിച്ച് പറയുന്നുണ്ട്, ഞാൻ എല്ലാ സത്യങ്ങളും തുറന്നു പറയാൻ വേണ്ടി പോവുകയാണ്. ഇനി എനിക്ക് എന്തായാലും ഇവിടെ നിൽക്കേണ്ട യാതൊരു കാര്യവുമില്ല. മഹാലക്ഷ്മി അത്രത്തോളമാണ് എന്നെ ഇവിടെ വേദനിപ്പിക്കുന്നത്. വേലക്കാരി മാത്രമായിട്ടല്ല അവളെന്നെ കാണുന്നത്, അവളുടെ ദാസിയായിട്ടാണ് കാണുന്നത്. ഇനി എന്തായാലും എനിക്കിവിടെ നിൽക്കാൻ താല്പര്യമില്ല. എനിക്ക് നിങ്ങളുടെ പൈസയോ ഒന്നും തന്നെ വേണ്ടെന്നൊക്കെ കരുണ പറയുന്നുണ്ട്. വാമനോടാണെങ്കിൽ വാമൻ പറയുന്നുണ്ട്, നീ എടുത്തു ചാടി ഒന്നും ചെയ്യില്ലേ, ഞാൻ എന്തായാലും ഒന്ന് ആലോചിക്കട്ടെ. അപ്പോൾ കരുണ പറയുന്നുണ്ട്, ഇനി അതിൻ്റെ ആവശ്യമൊന്നുമില്ല. കണ്ണേട്ടനോട് ഞാൻ എല്ലാ സത്യങ്ങളും തുറന്നു പറയാൻ വേണ്ടി പോവുകയാണ്. എന്തായാലും കണ്ണേട്ടൻ എൻ്റെ അച്ഛനെ നിങ്ങളെ ശിക്ഷിക്കുക എന്നല്ലേ ഉള്ളൂ. എനിക്കിവിടെ ഇങ്ങനെ ഈ ഒരു നാണക്കേടും കേട്ട് അവളുടെ അടിമപ്പണിയും ചെയ്ത് ജീവിക്കേണ്ട ഒരു ആവശ്യമില്ല. എന്തെങ്കിലുമൊക്കെ ഞാൻ വിളിച്ചു പറയാൻ വേണ്ടി പോവുകയാണ്. ഇനി എന്തായാലും എന്നെ ആരും ഇനി ഫോണിലോട്ട് വിളിക്കരുതെന്നൊക്കെ കരുണ പറയുന്നുണ്ട്. അപ്പോൾ പാവം പറയുന്നുണ്ട്, നീ എന്തൊക്കെയാണ് മോളെ പറയുന്നത്, ഇങ്ങനൊന്നും പറഞ്ഞാൽ ശരിയാവില്ല, നിനക്ക് എത്ര പൈസ വേണമെങ്കിലും ഞാൻ തന്നോളാം എന്നൊക്കെ പറയുമ്പോൾ കരുണ പറയുന്നുണ്ട്, എനിക്ക് പൈസയുടെ ആവശ്യമൊന്നുമില്ല, അതൊക്കെ താൻ തന്നെ തൻ്റെ കയ്യിൽ വെച്ചു എന്നൊക്കെ പറയുന്ന സമയത്താണ് ഉണ്ണി അങ്ങോട്ടേക്ക് വരുന്നത് തന്നെ. പെട്ടെന്ന് നമ്മുടെ കരുണയാണെങ്കിൽ ആ കോള് കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഉണ്ണി ചോദിക്കുന്നുണ്ട്, ഇതാരോടാ നീ ഇങ്ങനെ സംസാരിക്കുന്നത്, പൈസയുടെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത് കേട്ടല്ലോ, നീ ആരെയാണ് വിളിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കരുണയാണെങ്കിൽ അതിന് മറുപടിയൊന്നും നൽകുന്നില്ല. എല്ലാം കണ്ടുപിടിക്കുന്ന ആളല്ലേ, എന്തായാലും ഇതും കൂടി അങ്ങ് കണ്ടുപിടിച്ചേക്കുക എന്നൊക്കെ കരുണ ഉണ്ണിയോട് പറയുന്നുണ്ടെങ്കിലും ഉണ്ണി പറയുന്നുണ്ട്, നിനക്ക് ഇച്ചിരിയായിട്ട് കൂടുന്നുണ്ട് കരുണെ, എന്തായാലും പൈസയുടെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത് ഞാനും കൂടെ അറിയണ്ടേ, ആരോടാണ് ഈ സംസാരം, എന്തിനു വേണ്ടിയിട്ടാണ്, ഇനിയും കണ്ണനെയും മഹിയും ദ്രോഹിക്കാനാണ് നിൻ്റെ പുറപ്പാടെങ്കിൽ അതൊന്നും ശരിയാവാൻ പോകുന്നുള്ള കാര്യമില്ലെന്ന് നിനക്ക് മനസ്സിലായില്ലേ. ഇപ്പോൾ നീയാണ് അവരുടെ അടിമപ്പണിയും ദാസ്യപ്പണിയും ഒക്കെ എടുത്തു നിൽക്കുന്നത്. എന്തായാലും നീ എത്രത്തോളം അവരെ വേദനിപ്പിക്കുന്നു അതൊക്കെ നീ അനുഭവിക്കേണ്ടി വരും. എന്തായാലും ഞാനതിനൊന്നും എനിക്ക് കൂട്ടു നിൽക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ കരുണ പറയുന്നുണ്ട്, നിങ്ങൾ പണ്ടേ ഒരു കിഴങ്ങൻ തന്നെയാണല്ലോ, ഇതൊക്കെ എൻ്റെ തലവിധിയായിട്ട് തന്നെ വന്നല്ലോ ഈശ്വര എന്നൊക്കെ പറഞ്ഞ് കരുണയാണെങ്കിൽ അടുക്കളയിലോട്ട് മഹാലക്ഷ്മി കൊടുത്ത പണി ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. കരുണയാണെങ്കിൽ മനസ്സിൽ ഉറപ്പിക്കുന്നുണ്ട്, ഇനി എന്തായാലും ഈ സത്യങ്ങളൊന്നും മറച്ചു വയ്ക്കാൻ എനിക്ക് താല്പര്യമില്ല, എല്ലാ സത്യങ്ങളും ഞാൻ തുറന്ന് പറയാൻ വേണ്ടി പോവാണെന്നൊക്കെ കരുണ ഇങ്ങനെ പറയുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ നമ്മുടെ അമ്പലത്തെത്തിയിട്ട് പ്രതാപനാണെങ്കിൽ എല്ലാ സത്യങ്ങളും മനസ്സിലാക്കുന്നുണ്ട്. കടയിൽ എഴുന്നേറ്റ് നടന്ന കാര്യങ്ങളൊക്കെ പ്രതാപനാണെങ്കിൽ മനസ്സിലാക്കുന്നുണ്ട്. ആ സമയത്താണ് അങ്ങോട്ടേക്ക് വിദ്യയായ അമ്മ എത്തുന്നത്. അമ്മ എത്തിയതിന് ശേഷമാണെങ്കിൽ പ്രതാപൻ്റെ ഈ ഒരു കള്ളക്കളിയൊക്കെ പൊളിച്ചെടുക്കാൻ വേണ്ടിയാണ് അമ്മ അങ്ങോട്ടേക്ക് വന്നത് തന്നെ. അമ്മയാണെങ്കിൽ കൈനീട്ടി പറയുന്നുണ്ട്, ജോത്സ്യനൊന്ന് എൻ്റെ കൈ കൂടെ നോക്കിയേക്ക്, അതാവുമ്പോൾ കുറച്ചുകൂടെ നന്നാവും എന്ന് പറഞ്ഞിട്ട് പ്രതാപനെ കൊണ്ട് തൻ്റെ കൈ നോപ്പിക്കുന്നുണ്ട് ആ അമ്മയാണെങ്കിൽ. അതിനുശേഷം പ്രതാപനാണെങ്കിൽ ആ അമ്മയുടെ കയ്യിൽ കാണുന്നത് തൻ്റെ മകളും തനിക്കും വലിയൊരു അപകടം വരാൻ വേണ്ടി പോവുകയാണ് എന്നുള്ളൊരു സൂചനയാണ് ആ അമ്മ നൽകിയത് തന്നെ. ഇനിയും കണ്ണൻ്റെ പിന്നാലെ നടക്കരുതെന്നും ആ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രതാപനോടാണെങ്കിൽ. അതിനുശേഷമാണെങ്കിൽ കമലേശ്വരൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു അമ്പലമുണ്ട്, കണ്ണൻ്റെ കുടുംബക്ഷേത്രം. അവിടെയുള്ള പൂജാരിയാണെങ്കിൽ വിശ്വസ്തനായതുകൊണ്ട് തന്നെ കണ്ണനാണെങ്കിൽ വീഴ്ചകളിലൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് നടന്നു പോയാണ് പ്രാർത്ഥിച്ചിരിക്കുന്നത് തന്നെ. പക്ഷേങ്കിൽ ഇതെല്ലാം ദൂരെ നിന്നും മാറി നിൽക്കുന്ന പ്രതാപൻ ശ്രദ്ധിക്കുകയും കാണുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അതിനുശേഷമാണെങ്കിൽ കണ്ണനാണെങ്കിൽ അനന്തുവിനോടും പറയുന്നുണ്ട്, മഹിക്ക് 7-ാം മാസം ചടങ്ങായതുകൊണ്ട് തന്നെ അമ്പലത്തിൽ കയറാൻ പറ്റില്ല, അതുകൊണ്ട് അവളെനിക്ക് കുറേ പൂജകളും വഴിപാടൊക്കെ ചെയ്യാൻ വേണ്ടി തന്നുവിട്ടിട്ടുണ്ട്, അതൊക്കെ ചെയ്തിട്ട് വേണം ഇനി വീട്ടിലോട്ട് പോകാൻ. ഇനിയിപ്പോൾ ഞാനിവിടെ നിൽക്കുന്നത് കണ്ട് ആരെങ്കിലും കണ്ടാൽ അത് വലിയ പ്രശ്നവും, ഞാനെന്തായാലും കാറിലോട്ട് പോയിരിക്കാം, എല്ലാം കഴിഞ്ഞിട്ട് നീ എന്തായാലും അങ്ങോട്ടേക്ക് വന്നോ അനന്തു എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം അനന്തു ആണെങ്കിൽ കണ്ണനെ കാറിൽ കൊണ്ടുവിടുന്നുണ്ട്. ഇതെല്ലാം ദൂരെ നിന്ന് മാറി നിൽക്കുന്ന പ്രതാപൻ എല്ലാം ശ്രദ്ധയോടെ തന്നെ കാണുന്നുണ്ടായിരുന്നു. പ്രതാപനൊരു കാര്യം മനസ്സിലായിട്ടുണ്ട്, നമ്മുടെ കണ്ണനാണെങ്കിൽ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കിയ പ്രതാപനാണെങ്കിൽ ഈ ഒരു വിവരത്തെക്കുറിച്ച് കരുണയോട് പറയണമെന്ന് വിചാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ കരുണയാണെങ്കിൽ കണ്ണൻ വരാൻ വേണ്ടി കാത്തു നിൽക്കുന്നുണ്ട്. കണ്ണനാണെങ്കിൽ വീട്ടിൽ കമലേശ്വരൻ വീട്ടിലെത്തിയ ഉടൻ തന്നെ നമ്മുടെ കരുണയാണെങ്കിൽ കണ്ണനോട് പറയുന്നുണ്ട്, നമ്മുടെ വാമനാണ് അച്ഛനോട് ആ കൊല ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിച്ചതെന്നും വെളിപ്പെടുത്തുന്നുണ്ട്. ഇനി എനിക്ക് ആരുടെയും ഇതും ആട്ടും തുപ്പും കെട്ടി നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോവുകയാണ്, ആർക്ക് വേണമെങ്കിലും ആരെ വേണമെങ്കിലും ശിക്ഷിക്കാൻ, ഞാൻ ഇതിലൊന്നും ഒരു പ്രതിയുമല്ല നിരപരാധിയുമല്ല, അതുകൊണ്ട് എനിക്ക് ഈ കേസുമായിട്ടൊരു ബന്ധമില്ല, ഇനിയും എനിക്കിവിടെ അടിമപ്പണി ചെയ്യാൻ താല്പര്യമില്ലെന്നൊക്കെ പറഞ്ഞ് കരുണയാണെങ്കിൽ പോകുന്ന സമയത്ത് കണ്ണനാണെ പറയുന്നുണ്ട്, എന്തായാലും ഇന്ന് നിൻ്റെ വീട്ടിൽ പോലീസ് എത്തും കരുണെ, എല്ലാ കാര്യങ്ങളും നീ തുറന്നു പറഞ്ഞല്ലോ, ഇത് തന്നെയാണ് എനിക്ക് വേണ്ടിയിരുന്നതും എന്നൊക്കെ കണ്ണൻ പറയുന്നുണ്ട്. അങ്ങനെ കണ്ണൻ കളിച്ച നാടകത്തിൽ നമ്മുടെ കരുണ തോൽക്കുകയും കരുണയുടെ വായിൽ നിന്ന് തന്നെ എല്ലാ സത്യങ്ങളും കേൾക്കുകയും നമ്മുടെ കണ്ണൻ ചെയ്തിട്ടുണ്ട്. അതൊക്കെ റെക്കോർഡാക്കിയിട്ട് നമ്മുടെ കണ്ണനാണെങ്കിൽ കോടതിയിൽ പോയി കാണിക്കുമെന്നൊക്കെ കരുണയെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. അങ്ങനെയാണ് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു സീരിയൽ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ കുടിക്കുക. അപ്പം മറ്റൊരു എപ്പിസോഡായിട്ട് വരാം. ബൈ.